ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. അപ്പം ഞാനും സപ്പുട്ടി ഓളെ മോളും ഉണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടാ പോകണറിയോ? കണ്ടംപറമ്പക്ക് പോകാട്ടോ. ഇവിടെ അടുത്തൊരു മക്കാൻ പറമ്പുണ്ട്. അപ്പോൾ ഈ ടൈം 3 മണി ടൈമിൽ വെറുതെ ഒന്നിരുന്ന് പോയി കാണാം. അപ്പോൾ ഒരു വലിയൊരു കുന്നാണ് പറഞ്ഞത് അല്ലേ? കുന്ന് കയറി പോയി നോക്കട്ടെ. പെരയിൽ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കല്ലേ. ഇവിടെ കയറിയപ്പോൾ തന്നെ കുഴങ്ങി. ഇനി ഇതൊക്കെ ചെറിയ വീട്. ഇത് താഴെ ഇറങ്ങാ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പിന്നെ ഒരു സംഭവം പാടത്തേക്ക് ഇത് കൂടെ എന്റെ വീട്ടിലൊക്കെ പോവാ. ഞങ്ങള് ഓള് കൊണ്ടുപോവുക, അവളെ വൈത്തല ഞാനും പോവുക. ഇങ്ങനെ ഇടവഴിയിലൂടെ നടന്നു പോവുക കേട്ടോ. ഇടവഴിയൊക്കെ ഉണ്ട്. അപ്പം ഇടവഴിയിലൂടെ ഇങ്ങനെ നടന്നു പോയോക്കട്ടെ. പിന്നെ ഇവിടെ ഒരു സ്കൂളുണ്ട്. സ്കൂളിൻ്റെ അടുത്തേക്കാണ് എത്തുന്നത്. അപ്പം അങ്ങനെ ഈ റോട്ടുമൊക്കെ എത്തി. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ പോകണട്ടോ ഈ റോട്ടുമൊക്കെ. അങ്ങനെ കഴിഞ്ഞ് പോയി നോക്കട്ടെ കേട്ടോ. ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ഇടിച്ചക്ക നല്ല രസം ഉണ്ടാവില്ലേ? ഇടിച്ചക്ക വെച്ചാൽ എന്തൊരു അടിപൊളി. ഈ ഫോട്ടോ അങ്ങനെ ഇത് നേരെ ഇങ്ങനെ പോകണമല്ലോ. കുറേ പോവാണ്ട് പോയോ കേട്ടോ. അതായാലും മാങ്ങ ഉണ്ട് ഉണ്ടല്ലേ. മാങ്ങ ചക്ക ഇവിടുന്ന് നടക്കുകയാണെങ്കിൽ 1/2 കിലോമീറ്റർ ഉണ്ട് തന്നെ. അപ്പം 1/2 കിലോമീറ്റർ ഇനിയും കുറേ നടക്കാണ്ട്. തുള്ളി വെള്ളം പോലും എടുത്തിട്ടില്ല. അതാ അതുപോലെ കുന്നിറങ്ങി പോകാൻ പറ്റും. ഇതേപോലെ ഡബ്ബർ തോട്ടത്തിന്റെ അടുത്ത ഞങ്ങൾ വാങ്ങിയ സ്ഥലം ഡബ്ബർ തോട്ടത്തിന്റെ ഈ കുന്ന് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി പോണം. മാങ്ങ അതാ ഉരുണ്ട് പോണ്. ഈ മാങ്ങക്ക് വരെ അവിടെ നിൽക്കാനൊരു ഇതില്ല. കാരണം ഉരുണ്ട് പോവാണ്. ഇപ്പൊ റബ്ബർ തോട്ടം അടിപൊളിയല്ല. റബ്ബർ തോട്ടത്തിന്റെ അടിയിലായതുകൊണ്ട് ചൂടറിയില്ല. നല്ല തണുപ്പ് വേണം കേട്ടോ. തണുപ്പില്ല ഭാഗം കൂടെ നടന്നു പോവാ. കുറച്ച് അപ്പുറത്തൂടെ നടന്നാല് കുറേ പോകണം എന്ന് പറഞ്ഞ. അപ്പം വഴിയിൽ പോകാൻ പറ്റുക. പിന്നെ നടക്കുക. ഓട്ടോ വിളിച്ച് പോവുകയാണെങ്കിൽ എത്തും. പക്ഷെ എനിക്ക് ഓട്ടോ വിളിച്ചാനാവില്ല. അതൊക്കെ നടന്നു പോകണം. അപ്പം അങ്ങനെ പോയി നോക്കട്ടെ. എവിടെ എത്തുമെന്ന് നമുക്ക് കാണാം. സപ്പുട്ടി പറഞ്ഞതാണ് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, പോയി നോക്കാണ്. പോയി നോക്കട്ടെ. കണ്ടംപറമ്പക്കാണ്, വേറെ എവിടേക്കും തിരിയാനൊന്നുമില്ല. അപ്പോൾ നേരെ ആ റോട്ടിക്ക് പോയാൽ അവിടെ എത്തും. ഇപ്പോൾ അവിടെ കാടും പൊന്തി. അപ്പം നമ്മൾ കണ്ടംപറമ്പിൻ്റെ അടുത്ത് എത്താനായി കേട്ടോ. അതാണല്ലോ അല്ലേ? നേരെ അങ്ങനെ പോകാ. കുരങ്ങന്മാരുണ്ടോ ഇവിടെ? റബ്ബർ തോട്ടം കണ്ടിട്ട് തോന്നുക. ഇവിടെ ഇതാട്ടോ ചക്കകള്. ചക്കാട്ടിയുണ്ട്. നല്ല തണുപ്പ്. നല്ല തണുപ്പുണ്ട്. നല്ല സ്ഥലാട്ടോ. ഈ റോഡാണ് ഞങ്ങൾ പോകുന്നത്. ഈ റോട്ടിൽ കൂടെ അങ്ങോട്ട് കയറുകയാണ്. പോയോ കേട്ടോ. വരമ്പ് പാടല്ല, പക്ഷെ വരമ്പുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ വരമ്പുള്ള വഴികളൊക്കെ ഉണ്ടായിനി അല്ലേ? ഈ വഴി വയ്ക്കാ മഞ്ഞ കളറില് അടിപൊളിയായിട്ട്. എന്താ നോക്കിട്ട് പേടിയാവാ. ഞാൻ എൻ്റെ വൈത്തല വെച്ചേ. അപ്പൊ അതാ ഞാൻ ഇവിടെ ഒരു പശു കേട്ടോ. പശു എടുക്കണിട്ട് നോക്കണോണ്ട്. ഒരു മൂളലും ഉണ്ട്. അതാ എനിക്കൊരു പേടി. നമുക്ക് പേടിയാവാ. പോകാൻ പേടിയാവാ. അത് വരുന്നുണ്ട്. അല്ല അതിനെ കെട്ടിട്ടണോ? നമുക്കൊരു കാഴ്ചയുടെ അപ്പുറത്തോട്ട് കൂടെ കയറിപ്പോയാലോ? അല്ല അതിനെ കെട്ടിട്ടിട്ടുണ്ടോ? കയറുണ്ട് അതിന്? അപ്പൊ പശുവിന്റെ അടുത്ത് ഇങ്ങോട്ട് തന്നെ ഓടിയിട്ട ഞങ്ങള്. പക്ഷെ ഞങ്ങള് നോക്കണ് കുത്തും തോന്നുക.
മുന്നിക്ക് വരണ കയറില്ല അതിന്. അതോ റോഡിന് വിലങ്ങി നിന്നിപ്പോ. ഇനി അതിലേ പോകാനോ വഴിയില്ലേ? ഞങ്ങൾ വേറെ വഴിത്ത് പോകുമോ? വരുമ്പത്തൂടെ പോയോക്കെ കേട്ടോ. വല്ലാത്തൊരു ദിവസം, വല്ലാത്തൊരു. അതിന് കയറൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ഈ വരമ്പത്തിലൂടെ പോകാം. പശുവിനും പേടിച്ചിട്ടോ. ഭയങ്കര വെയിലുണ്ട് ഇവിടെയൊക്കെ. നോക്കണേ വെയിലാണ്ടഞ്ഞ് പോണേ. പശു നിൽക്കണോട്ട് തന്നെ വഴി ഉള്ളും തോന്നുന്നുണ്ട്. അതാണ്ട് നല്ലൊരു സ്ഥലം അല്ലേ. ഇതിലെ പോയോക്കട്ടെ. ഇതേമ്പാ എല്ലാവരും നമ്മൾ മൂന്നാളുണ്ട്. മൂന്ന് വൈക്ക് ഓടേണ്ടി വരും. എടുത്തില്ല അയ്യ ഇല്ലാണ്ട ഇല്ല കിട്ടിയില്ല. അതിന് കിട്ടിയില്ല. അതിനപ്പത്തിന് ഇത് ക്യാമറ ഇതായില്ല. ഇനി ഇത് കൊണ്ടരി. നമ്മളെ കുട്ടികളെ മാങ്ങ അരച്ചാട്ടോ. ഓരോന്ന് മാങ്ങയൊക്കെ വാങ്ങുക ഞങ്ങള്. പഴുത്തൊന്നും മതിയടാ. ഇപ്പൊ നമുക്ക് 2 മാങ്ങയൊക്കെ തന്നിട്ടോ. ഇതിപ്പോ എങ്ങനെയാ ഞങ്ങൾ കണ്ട അതാ. അപ്പൊ നമ്മൾ മാങ്ങ വാങ്ങി പോവാട്ടോ. ഇവിടെയൊക്കെ നോക്ക്. എന്നാ ഇത് ചിട്ടോ. ജസി നാസർ വ്ളോഗ് പേരൊക്കെ മാറ്റിയാണ്. കണ്ണ് വേദന വെയില് കൊണ്ടിട്ട്. ഇത് നോക്കിയാ നല്ല കളിച്ചു. കാലുമേ കൊടുങ്ങീന്. കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടോ. മാങ്ങ കിട്ടി. അതൊക്കെ അധികം ഇതെടുക്ക്. തോലോ ഒത്തേം കാട്ടും. നമുക്ക് അറിയില്ല. അങ്ങനെ കളിച്ചാന്നും പറ്റില്ല. ഇതിന്റെ കൂടിയാൻ പറഞ്ഞെന്താ? നല്ല മധുര തേൻ പോലത്തെ മധുരമുള്ള മാങ്ങ. അങ്ങനെ ചിലടത്ത് വേറെന്താ പേര് പറയും. ഞാൻ ജസ്റ്റ് ആദ്യം ഒന്നും ഷെയർ ചെയ്യാട്ടോ. സത്യം നല്ല രസമുള്ള മാങ്ങ. അടിപൊളി. നല്ല രസമുണ്ട്. ഇതൊക്കെ കാണുമ്പോ എന്താ ഓർമ്മ തന്നെ അറിയോ? പഴയ കാലം മാങ്ങ ഇരുന്ന് ഇങ്ങനെ തിന്നൂല. നമ്മള് തൊടുവിലൊക്കെ പോയാണ്ട് മാവിന്റെ ചോട്ടിൽ പോയാണ്ട്. അതാ കഴുകിട്ടില്ലല്ലോ. ഞാൻ മാങ്ങി നിന്ന് ഒഴുക്ക് നടക്കട്ടോ. അന്നോട് ഞാൻ പറഞ്ഞ ആ പാവട രണ്ടാന്ന്. മേലക്ക് പൊന്തിച്ചത് പാവാട ഇതോ പലാസ കുടുങ്ങല്ലേ. പലാസമല കുടുങ്ങി. എനിക്ക് മതി. പാടത്ത് കൂടെ ഇട്ട് ഈ പോണത്. ഇതിൽ നടക്കുക. മിക്കവാറും ശരീരത്തിയാലും അറിയാം കാലിന് എത്രത്തോളം മൂന്ന് കുത്തിയിരുന്നു. ഇതിലെ പോയോക്കട്ടോ. ഫോണൊക്കെ വീകണ്. ഫോണൊക്കെ വീകണ്. ചെയ്താനോ? പോയോക്ക. ഇത് നടക്കാൻ കഴിയണില്ല.
ഇതില് നടക്കാൻ കഴിയണില്ല. വരുമ്പോ കൂടെ തന്നെ പോണോ? ആ കുട്ടിയോട് ചോദിച്ചോക്കല്ലേ നടക്കുതേ പോവാ. ഞങ്ങൾ പോട്ടെ തെണ്ടി നടക്കും. ഞങ്ങൾ കുഴങ്ങി ഈ വീട്ടിൽ നിന്ന് പിന്നെ വെള്ളം കുടിക്കട്ടെ വിചാരിച്ചു. ഞങ്ങൾ വെള്ളം കുപ്പി എടുക്കാൻ മറന്നു. അത് നല്ലൊരു താത്താരുടെ വീട്. അപ്പോൾ ഇവിടുന്ന് വെള്ളം തരുക വെച്ച് വെള്ളം മാങ്ങി തിന്ന് പോവുക. അപ്പോൾ ഇവിടുന്ന് വെള്ളം കുടിച്ചാണ്ടേ ഒന്നുകൂടി നടക്കണം. കുറച്ചുകൂടി നടക്കാണ്ട് പറഞ്ഞു. നടന്നു നോക്കട്ടെ. ആയിരം അപ്പോൾ ഇത് കണ്ടംപറമ്പും തേടിയുള്ള യാത്രയാണ് കേട്ടോ. ഞാനും സപ്പോർട്ടേയും കുറച്ച് പോയാൽ മതി എന്ന് പറഞ്ഞ് പോയതാട്ടോ. ഞങ്ങൾ വിചാരിച്ചു അവിടെ അടുത്ത് തന്നെയാവും വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചങ്ങനെ പോയി. ഓരോരുത്തർ പറയും അവിടെയാണ്, കുറേ പറയും ഇങ്ങോട്ട് സൈഡിലൂടെയാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ എന്താട്ടി ഏതായാലും പോയില്ലേ, നമ്മൾ മടങ്ങണ്ട, നമ്മളേതായാലും കണ്ടിട്ട് കണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നടന്ന് എൻ്റെ നടന്ന് ഒരു പരുവായിരുന്നു. അത്രക്കും വഴി ദൂരം ഉണ്ട് കേട്ടോ അങ്ങോട്ട്. കാരണം കുന്ന് പോലത്തെ റോഡുകൾ ഇങ്ങനെ കുത്തനെ കയറണം. പിന്നെ പൊരിഞ്ഞ വെയിലത്താണ് ഞങ്ങൾ ഈ നടക്കുന്നത്. എന്തായാലും ഞങ്ങളവിടെ എത്തി. കാനക്കട എത്തണം നിർബന്ധമായി. കാരണം അങ്ങനെ അത് കാണാൻ വിചാരിച്ച് പോയതാണ്. അവിടെ എത്തിയിട്ടോ കുന്ന് കയറിയിട്ട് ഞാനാണെങ്കിൽ കഴിയണില്ല. ഞാനിങ്ങനെ നടന്ന് ആക്കം പോലെ പോയിക്കൊണ്ടിരിക്കുക. ഓളവിടെ എത്തി. ഞാൻ അവിടെ എത്തട്ടെ നടന്നു. അത് സപ്പുട്ടി ആദ്യം വാടകയ്ക്ക് നിന്ന വീടാണ് പറഞ്ഞു. ഇവിടെ കുറേ പാമ്പുകളൊക്കെ ഉണ്ടായിട്ട് ഒരിടന്ന് പോയതാന്ന് പറഞ്ഞിട്ടോ. ജംഗ്ഷനാ ജംഗ്ഷന്. അതെ എങ്ങനെ റോഡാട്ടോ? നീ റോഡിൽ അങ്ങനെ പോണം റൂട്ട്. ഇവിടെ ഫോറസ്റ്റ് കണ്ടില്ലേ? ഇതുപോലെ ഫോറസ്റ്റ് ഇതിലാണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു റോഡ്. ഈ സൈഡ് നല്ല വിജനമായ സ്ഥലങ്ങളാട്ടോ. ഇവിടെ വലിയൊരു പള്ളി ഉണ്ട് കേട്ടോ. നല്ല ഗ്രൗണ്ടാണ് ഇവിടെ. ഉണ്ടല്ലേ? എന്താണ് എന്താ സ്ഥലം പേര്? കണ്ടംപറമ്പ്. പക്ഷെ ഇതല്ല കണ്ടംപറമ്പ് കേട്ടോ. അതിൽ കുറച്ച് അപ്പുറത്ത്. പക്ഷെ ഇവിടെ നല്ലൊരു പള്ളിയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളിവിടെ കുഴഞ്ഞിരിക്കുക കേട്ടോ. റോഡാണ് ഈ ഇവിടെ ഇരിക്കട്ടെ. നല്ല സുഖം ഇവിടെ ഇരിക്കാം. നല്ല കാറ്റും ഉണ്ട് ഇവിടെ. വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ വന്നാൽ നല്ല സുഖമായിക്കാരം കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് കാലമായി കേട്ടോ. പറങ്കിയാങ്ങ അണ്ടിയൊക്കെ പറങ്കി മാമണ്ടാണ് നമ്മൾ പറയും പറങ്കിയാങ്ങ അറിയാം. ഞാനൊക്കെ പറങ്കിയാങ്ങ അറിയാം. ഒരുപാട് തിന്നത് അതൊക്കെ അറിയാം. അതൊക്കെ തൊടു പോയാണ്ട് പിന്നെ പറങ്കിയാങ്ങ കയറി പറിച്ച് തിന്നല്ലോ. ഇപ്പം ഇതൊന്നും കാണാൻ തന്നെ കിട്ടണില്ല. ഇതൊക്കെ തന്നെയാണ് കേട്ടോ വടപ്പറമ്പല്ലേടി? വട്ടപ്പറമ്പോ? കണ്ടംപറമ്പ്. ഇതൊക്കെ തന്നെയാണ് കണ്ടംപറമ്പ് കേട്ടോ. ഞങ്ങൾ കണ്ടംപറമ്പിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടു. ബേക്ക് ക്യാമറ ആക്കി ഇവിടെ ജസിത്താത്തുണ്ട് കേട്ടോ. അടുത്തു മറ്റേനോട് ആരെന്നെ ഇപ്പം ഞാൻ നിൽക്കുന്നത് സപ്പുട്ടിൻ്റെ വീട്ടിലാട്ടോ. ഞങ്ങൾ നേരെ മല ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോന്നെ ഓളെ വീട്ടിലേക്കാണ് പോകുന്നത്. ഓളെ വീട് പറഞ്ഞാൽ ഓളെ ഉമ്മാൻ്റെ വീട്. കുറച്ച് നാളെ നീങ്ങുന്നില്ല. ഞാൻ അടിപൊളി പഴുത്ത മാങ്ങ കിട്ടിട്ടോ. എല്ലായിടത്തുനിന്ന് മാങ്ങയാണ് കിട്ടിയത്. സപ്പുവിൻ്റെ സ്വന്തം വീടാട്ടോ. ഉമ്മാൻ്റെ വീടാ.
ഞങ്ങളിങ്ങനെ ഇറങ്ങി ഞെട്ടാകുമ്പോൾ ഞങ്ങൾക്ക് വന്ന് കുറച്ച് പോയാൽ മതി വിട്ടോ ആ മരമായോ തട്ട ശരിയാക്കി മതി